ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് നിഖില. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു നേന്ത്രപ്പഴം കൊണ്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയായിട്ടാണ്. ഉന്നക്കായ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഉന്നക്കായ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതുപോലെ 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അധികം നന്നായിട്ട് പഴുക്കാത്ത പഴം വേണം കേട്ടോ ഇതിനേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നമുക്കിതൊന്ന് പുഴുങ്ങിയെടുക്കാൻ വേണ്ടി ഇത് കട്ട് ചെയ്തിട്ട് വരാം. അതിനായി ഇതുപോലൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ ആവി കയറ്റിയെടുക്കാൻ വേണ്ടി വെക്കുന്ന ഇതുപോലൊരു പാത്രം വയ്ക്കുക. ഇതിലേക്ക് നമുക്ക് മുറിച്ചെടുത്ത പഴം ഇട്ട് കൊടുക്കാം. എല്ലാ പഴവും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. മൂടി വയ്ക്കാം. ഈ പഴം പുഴുങ്ങി വരുന്നപ്പോഴേക്ക് നമുക്കിതിലേക്കുള്ള ഫില്ലിങ്ങിന് വേണ്ടുന്ന കാര്യം ചെയ്യാം. അതിനായി ഞാൻ ഇതുപോലൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സും മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം. കാഷ്യൂ നട്ട്സൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. തേങ്ങ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്കായുടെ പൊടി ചേർത്ത് കൊടുക്കാം, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. നെയ്യിൽ നല്ല ഒരു ഫ്ലേവർ ഉണ്ടാവും. നെയ്യിൽ ഏലക്കായൊക്കെ ചേർത്ത് കാഷ്യൂ നട്ട്സ് മുന്തിരിയൊക്കെ ചേർത്ത് തേങ്ങയൊക്കെ വരുമ്പോൾ നമ്മുടെ ഉന്നക്കായ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. പഞ്ചസാര ചേർത്ത് കൊടുക്കുക. മധുരമൊക്കെ ആവശ്യത്തിന് നോക്കി ചേർത്ത് കൊടുക്കണം കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് വാട്ടിയാൽ മതി കേട്ടോ. നമ്മുടെ ഉന്നക്കായുടെ ഫില്ലിങ് റെഡിയാവുന്നുണ്ട്. നല്ലൊരു ഫ്ലേവർ, നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയും വേണ്ടുള്ളൂ കേട്ടോ. നമുക്കിനി ഇത് തീ ഓഫ് ചെയ്യാം. ഇതങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് പഴം വെന്തോന്ന് നോക്കാം കേട്ടോ. നമുക്ക് പഴം റെഡിയായിനോ നോക്കാം. നമ്മുടെ പഴമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വാങ്ങി വയ്ക്കാം. ഒരു പാത്രത്തിലേക്ക് മാറ്റാം. പഴത്തിൻ്റെ തൊലിയൊക്കെ നമുക്ക് കളഞ്ഞിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. തൊലിയൊക്കെ കളഞ്ഞെടുക്കാം. എല്ലാം ഇതുപോലെ നമുക്ക് തൊലിയൊക്കെ കളഞ്ഞെടുക്കാം കേട്ടോ. തൊലി കളഞ്ഞതിന് ശേഷം നമുക്കെല്ലാം ഇതുപോലെ സ്മാഷ് ചെയ്തിട്ട് എടുക്കാം. ഇതുപോലെ ഞാനെല്ലാം സ്മാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഞാൻ ഇതിലുള്ള ഈ ഒരു കറുത്ത അല്ലിയില്ല, അല്ലിയും നാരും ഞാനങ്ങ് എടുത്ത് കളയുന്നുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊക്കെ കൂടി ഒന്ന് കുഴച്ചെടുക്കാം. നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കാം. ഇതുപോലെ ഞാൻ വൃത്തിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കയ്യിൽ കുറച്ച് നെയ്യ് പുരട്ടിയിട്ട് ഇതൊന്ന് ഷേപ്പാക്കി എടുക്കാം. ഇതുപോലെ ഞാൻ കയ്യിൽ നെയ്യൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്മാഷ് ചെയ്തെടുത്ത കുഴച്ചെടുത്ത പഴത്തിൽ നിന്ന് ഒരു ഉരുള എടുത്തിട്ട് നമുക്കത് ഫില്ല് ചെയ്യാം. ഇതിൽ നിന്ന് ഒരു ഉരുള ഇതുപോലെ എടുക്കുക. നമുക്ക് ഉരുട്ടിയിട്ട് ഇതുപോലെ ഇങ്ങനെ കയ്യിൽ വെച്ച് പരത്തിയിട്ട് നമുക്കിതിൽ ഫില്ലിങ് ആക്കി കൊടുക്കാം. നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ഏലക്കായ്, തേങ്ങ, കശുവണ്ടിപ്പരിപ്പ്, മുന്തിരി എല്ലാം കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിങ്ങനെ മടക്കിയിട്ട്
ഇനി മടക്കിയിട്ട് ഇങ്ങനെ ഉരുട്ടിയിട്ട് നമുക്ക് ഈ ഒരു ഷേപ്പിൽ എല്ലാം നമുക്ക് ഉരുട്ടിയിട്ട് എടുക്കാം കേട്ടോ. ഇതുപോലെ എല്ലാം തന്നെ ഇങ്ങനെ ഷേപ്പാക്കി എടുക്കണം കേട്ടോ. ഇങ്ങനെ ഉരുട്ടിയിട്ട് ഇതുപോലെ. ഞാൻ ഇതുപോലെ എല്ലാം ഉന്നക്കായയുടെ ഈ ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായി ഞാൻ ഇതുപോലൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരട്ടെ. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഷേപ്പാക്കി വെച്ച ഈ ഉന്നക്കായ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ചെറുങ്ങനെ തിരിച്ചും മറിച്ചു വിട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ പതുക്കെ തിരിച്ചിട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ഉന്നക്കായ റെഡിയായി വരുന്നുണ്ട്. ഇതാ നമ്മുടെ ഉന്നക്കായ ഇവിടെ റെഡിയായിട്ടുണ്ട്. കണ്ടോ? ഇതുപോലെ നമുക്ക് എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇത് നമുക്ക് വാങ്ങി വയ്ക്കാം. എല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുത്തിട്ട് വരാം. എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഉന്നക്കായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നല്ല സോഫ്റ്റാണ് കേട്ടോ. ഞാനിതൊന്ന് മുറിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. ടേസ്റ്റി ആയിട്ടുള്ള ഉന്നക്കായ കണ്ടോ. നമ്മുടെ ഫില്ലിങ്ങൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫില്ലിംഗ് ആണ്. നല്ല സോഫ്റ്റ് ഉന്നക്കായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ? എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.